മധുക്കരയിൽ മലയാളികളുടെ കാറിന് നേരെ ആക്രമണം നടത്തിയ കേസിൽ 7 പ്രതികൾ കൂടി പിടിയിൽ. പാലക്കാട് സ്വദേശികളായ നിതിൻ, ഹരീഷ് കുമാർ, ജിനി, അനീസ്, നന്ദകുമാർ, രാജീവ്, ജിതിസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 12 ആയി. വിവരങ്ങളുമായി നമുക്കിപ്പം പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, വളരെ ഞെട്ടലുണ്ടാക്കിയതും അതേപോലെ തന്നെ ഗുരുതരമായ ഒരു പ്രശ്നമായിരുന്നു ഈ മധുക്കരയിൽ സംഭവിച്ചത്. ഇപ്പോൾ ബാക്കി ഉള്ളവരുടെ അറസ്റ്റ് കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് പോലീസ് നടപടികൾ പുരോഗമിക്കുന്നത്? ഇവരെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്? പാലക്കാട് നിന്നാണ് ഈ 7 പേരെയും അറസ്റ്റ് ചെയ്തത്. ടോട്ടൽ ഇപ്പോൾ 12 പ്രതികളായിട്ടുണ്ട്. ഇനിയും പ്രതികളുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. നേരത്തെ നമുക്ക് കിട്ടിയവരും 8 പ്രതികളെന്നായിരുന്നു. 12 പ്രതികളെന്ന തരത്തിൽ ചില വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് 12-ൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 3 വാഹനങ്ങളിൽ എത്തിയായിരുന്നു ഈ ഒരു സംഘം കവർച്ച ശ്രമം നടത്തിയത്. അപ്പോൾ ആളുകളുടെ ഇടയിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ ഏകദേശം 10-ന് മുകളിൽ ആൾക്കാരുള്ളതായി നമുക്ക് വ്യക്തമായിരുന്നു. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഗൂഢാലോചന സംഘത്തിൽ ഉൾപ്പെടെ മറ്റ് പ്രതികളുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 12-ൽ കൂടുതൽ പ്രതികളുണ്ട് എന്ന തരത്തിൽ പോലീസ് അറിയിക്കുന്നത്. അതായത് കൂടുതൽ പ്രതികളെ ഇനിയും അറസ്റ്റ് ചെയ്തേക്കാൻ വരും ദിവസങ്ങളിൽ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം സ്വദേശികളിൽ നിന്നാണ് ഇത്തരത്തിലൊരു പണം കവർച്ച ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയത്. പക്ഷേ അവർക്ക് വാഹനം മാറിപ്പോയി എന്നുള്ള തരത്തിലാണ് പിന്നീട് മനസ്സിലായത്. ഈ എറണാകുളത്തുള്ള മലയാളി സംഘം അവരുടെ കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരികയായിരുന്നു. അവരുടെ അടുത്ത് മറ്റ് പണമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനത്തെ ചേസ് ചെയ്ത് പണം കവരാൻ ശ്രമിച്ചത്. 3 വാഹനങ്ങളിലായി ഒരു സിനിമാ സ്റ്റൈൽ എന്ന പോലെ ഒരു വാഹനം ഫ്രണ്ടിലും മറ്റൊരു വാഹനം വലതുഭാഗത്തും മറ്റൊരു വാഹനം പുറകിലുമായിട്ടാണ് ഈ നിർത്തിയാണ് ഇവർ ഒരു കവർച്ച ശ്രമം നടത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വാഹനത്തിന് മുമ്പിലും ബാക്കിലും ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും ആ ഒരു മോഷണത്തിൻ്റെ ഭീകരത വ്യക്തമായിരുന്നു. ഈ വാഹനം നിർത്തിയുടനെ തന്നെ വാഹനത്തിൻ്റെ മുൻഭാഗത്തെയും പിറഭാഗത്തെയും ചില്ല ആക്രമിക്കുന്ന ഒരു രീതിയിൽ കവർച്ച ശ്രമം നടത്താനായിരുന്നു ഈ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഈ സംഘം മലയാളി സംഘം അപ്രതീക്ഷിതമായി വാഹനം പുറകോട്ട് തീർത്ത ശേഷം ഈ മുമ്പിലുള്ള വാഹനത്തിൻ്റെ ഡോറ് ഇടിച്ച് തകർത്ത ശേഷമാണ് രക്ഷപ്പെട്ടത്. ആ കേസിൽ കേസ് കൊടുത്ത് മധുക്കര കേസിൽ അവർ ഈ മലയാളി സംഘം പരാതി നൽകിയ ശേഷം എറണാകുളം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു. ഇതിൽ മധുക്കര പോലീസാണ് പാലക്കാട് നിന്ന് ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് 4 പേരെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഒരു സൈനികനുണ്ട് ഉൾപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഏപ്രിൽ മാസത്തിൽ സൈനികനായി നാട്ടിൽ ലീവിന് വന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാതെ ഈ മോഷണ സംഘത്തിൻ്റെ കൂടെ ചേർന്ന് മോഷണം നടത്തുകയായിരുന്നു പതിവ്. ഈ സംഘം ഇതിനു മുന്നേയും സമാനമായ കൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ആ സംഭവം നടന്ന് പിറ്റേന്ന് ആ 4 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളായി മറ്റൊരു വ്യക്തിയും കൂടി അറസ്റ്റ് ചെയ്യുന്നു. ഇന്ന് ഉച്ചയോടുകൂടി 7 പ്രതികളെയും കൂടി അറസ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി തന്നെ കേസിലെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 12 ആയിട്ടുണ്ട്. കൂടുതൽ പേർക്കായി അന്വേഷണം തുടരുകയാണെന്നാണ് മധുക്കര പോലീസ് അറിയിക്കുന്നത്. 3 അന്വേഷണ സംഘങ്ങളായിട്ടാണ് ഈ ഒരു കേസിൽ പോലീസ് അന്വേഷണം നടത്തിയത്. അങ്ങനെയുള്ള തീവ്രമായ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ 12 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആതിര, ശരി. മധുക്കരയിൽ മലയാളികളുടെ കാറിന് നേരെ ആക്രമണം നടത്തിയ കേസിൽ 7 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 7 പേരും പാലക്കാട് സ്വദേശികളാണ്. ഇപ്പോൾ മൊത്തം 12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇനിയും അറസ്റ്റ് ഉണ്ടായേക്കാമെന്നാണ് മധുക്കര പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് വിവരം നൽകിയത് ആഷിഖ് റഹ്മാനായിരുന്നു.